സിനിമയിൽ പുതിയൊരു യുഗത്തിന് തുടക്കം കുറിച്ച പ്രതിഭയായിരുന്നു SP വെങ്കടേഷ്. സംഗീത നിരൂപകനായ രവി മേനോൻ SP വെങ്കടേഷിനെ അനുസ്മരിക്കുന്നു. മെലഡിയും റിഥവും തമ്മിലുള്ള ഒരു കെമിസ്ട്രി ഇത്ര മനോഹരമായിട്ട് മലയാളികളെ അനുഭവിച്ച സംഗീത സംവിധായകർ വേറെ ഉണ്ടോ എന്ന സംശയമാണ്. അക്കാര്യത്തിൽ സലിൽ ചൗധരിയും ശ്യാമും KJ ജോയിയൊക്കെ തുറന്നിട്ട പാതയിലൂടെയാണ് SP വെങ്കടേഷിൻ്റെ വരവ്. ശരിക്കൊരു സ്വതന്ത്ര സംഗീത സംവിധായകനായിട്ട് അദ്ദേഹത്തെ പരീക്ഷിക്കാൻ പലർക്കും ധൈര്യമുണ്ടായിരുന്നില്ല ആ കാലത്ത്. നല്ലൊരു ഗിറ്റാറിസ്റ്റായിരുന്നു. അദ്ദേഹത്തിൻ്റെ അച്ഛനെ പിന്തുടർന്ന് നല്ലൊരു മാൻഡലിൻ വാദകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ അച്ഛൻ പഴനി മലയാള സിനിമയിലെ എത്രയോ മനോഹരമായ ക്ലാസിക് ഗാനങ്ങളുടെ പിന്നണിയിൽ മാൻഡലിൻ വായിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ ഡെന്നീസ് ജോസഫ്, സംവിധായകൻ ഡെന്നീസ് ജോസഫ് അദ്ദേഹത്തിൻ്റെ രാജാവിൻ്റെ മകൻ എന്ന സിനിമയിൽ SP വെങ്കടേഷിനെ സംഗീത സംവിധായകനായിട്ട് അവതരിപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ അതിനെതിരായിട്ട് പറഞ്ഞ ധാരാളം പേരുണ്ട്. ഡെന്നീസ് തന്നെ പറയാറുണ്ടായിരുന്നു, പലർക്കും അതൊരു റിസ്ക്കാണ്, നമ്മളത് അദ്ദേഹം ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഉപേക്ഷിക്കാം എന്നുള്ള ഒരു കണ്ടീഷനിലാണ് അവസാനം രാജാവിൻ്റെ മകനിൽ അദ്ദേഹം സംഗീത സംവിധായകനായിട്ട് വരുന്നത്. ആദ്യത്തെ പടത്തിൽ തന്നെ ഹിറ്റുകൾ ഉണ്ടായിരുന്നു. വിണ്ണിലെ ഗന്ധർവ വീണകളൊക്കെ സൂപ്പർ ഹിറ്റായിട്ട് മാറി. പിന്നീട് അങ്ങോട്ട് നമ്മൾ കാണുന്നത് SP വെങ്കടേഷിൻ്റെ ഒരു ജൈത്രയാത്രയാണ്. SP വെങ്കടേഷിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് പ്രൊഫഷണലാണ്. ഒരു സംഗീത സംവിധായകൻ എന്ന നിലയിൽ അതിൻ്റെ എല്ലാ ആസ്പെക്റ്റും അറിയുന്ന ഒരാളാണ്. റീറെക്കോർഡിങ്ങിൽ ഒരു വേന്ദ്രൻ എന്നാണ് ഡെന്നീസ് പറയുക. കാരണം ഏറ്റവും വേഗതയാർന്ന ഒരു റീറെക്കോർഡിസ്റ്റാണ്. അനായാസമാണ് അദ്ദേഹം പാട്ടുകൾക്ക് ഈ സിനിമകൾക്ക് പശ്ചാത്തല സംഗീതം നിർവഹിക്കുക. അതുപോലെ പാട്ടുകളുടെ കാര്യത്തിലാണെങ്കിൽ ഒരു ട്യൂണ് സംവിധായകനോ അല്ലെങ്കിൽ നിർമ്മാതാവിനോ ഇഷ്ടപ്പെട്ടില്ല എന്ന് വരികയാണെങ്കിൽ പെട്ടെന്ന് അദ്ദേഹം ട്യൂൺ മാറ്റും. അതിനൊന്നും ഒരിക്കലും അതിനെ വേണ്ടി തർക്കിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യില്ല. അപ്പോൾ അൾട്ടിമേറ്റ് ആയിട്ടുള്ളൊരു പ്രൊഫഷണലാണ്. പിന്നെ മറ്റൊരു പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ള ഏത് ജനസിൽപ്പെട്ട പാട്ടുകൾ, ഏത് ജോണേഴ്സിൽപ്പെട്ട പാട്ടുകളും ഉണ്ടാക്കാനുള്ള ഒരു കഴിവ്. അദ്ദേഹം ജോണി വാക്കർ നമുക്കറിയാം, വളരെ ഫാസ്റ്റായിട്ടുള്ള പാട്ടുകളാണ്, ഒരു വെസ്റ്റേൺ ടച്ചുള്ള പാട്ടുകളാണ്. അതിനുള്ള ധാരാളം അങ്ങനത്തെ പാട്ടുകൾ വന്നിട്ടുണ്ട് സൈന്യത്തിലൊക്കെ. അതേ ആൾ തന്നെയാണ് ഇപ്പോൾ പൈതൃകത്തിലും അതുപോലെ തന്നെ സോപാനത്തിലൊക്കെ പൂർണ്ണമായും ക്ലാസിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള രാഗാധിഷ്ഠിതമായ പാട്ടുകളും തന്നിട്ടുള്ളത്.